അസ്സലാമലൈക്കും. അപ്പസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് ഗസ്റ്റൊക്കെ വന്നൊരു ദിവസമാണ് കേട്ടോ. എൻ്റെ മോളെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും കൂടി വന്നതായിരുന്നു. അവർ ഹോസ്പിറ്റലിലേക്ക് എറണാകുളത്തെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഉമ്മാനും കുഞ്ഞുമ്മാനൊക്കെ കാണിക്കാനുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം മരുമോൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ചിലപ്പോഴേ കയറുള്ളൂ. പിന്നെ രാവിലെ വിളിച്ചപ്പോഴാണ് അവർ പിന്നെ വരുന്നുണ്ടെന്ന് തീർച്ചപ്പെട്ടു. കയറുന്ന എന്തായാലും പറഞ്ഞിരുന്നു, പക്ഷേ വരുന്നുണ്ടെന്നുള്ള ഉറപ്പിച്ച് രാവിലെയാണ്. അപ്പോൾ അത് കുഞ്ഞുമ്മാൻ്റെ രണ്ട് കുഞ്ഞുമ്മാൻ്റെ 2 മക്കളാണ് കേട്ടോ. അവരൊക്കെ പള്ളിയിൽ ഖത്തീബന്മാരാട്ടോ. കാരണം അവരൊക്കെ ഉദവിയൊക്കെയാണ്. അവർ ഉസ്താദ്മാർ ഫാമിലിയാണ് കേട്ടോ. മുമ്പൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അവർ വരുമ്പോൾ പിന്നെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനും ഒക്കെ അവർക്ക് എന്തെങ്കിലും തോന്നുന്നു. പക്ഷെ അവർ ഭയങ്കര നമ്മളെക്കാളും ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. അവർക്ക് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എടുക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് കേട്ടോ അവരൊക്കെ ചെയ്യണത്. അപ്പോൾ അവർ ഫുഡ് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് പിന്നെ ഒരു 4 മണിയായിട്ടോ 4:30 ആയിട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ ഉച്ചക്കത്തെ ഫുഡ് റെഡിയാക്കിയിരുന്നു. അവരങ്ങനെ ഹോട്ടലിൽ നിന്നൊന്നും വാങ്ങി കഴിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ ഉച്ചക്ക് ഒന്നും കരുതണ്ടെന്ന് പറയുന്നു. പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയായിട്ട് അവരൊക്കെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പം മെയിനായിട്ട് അവർ എൻ്റെ അടുത്ത് വരുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കാനും അവർക്ക് കഴിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണല്ലോ. പിന്നെ അതാ ഉച്ചക്കത്തൊക്കെ കഴിഞ്ഞ് പിന്നെ അവരൊക്കെ വിശ്രമിച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴംപൊരി, ഈന്തപ്പഴം പൊരിച്ചതും കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അവർ എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് സംസാരിക്കട്ടെ. നമുക്ക് ഒരുപാട് സംസാരിക്കാനാണല്ലോ. നമുക്ക് അവർ വരുമ്പോൾ ഭയങ്കരമായിട്ട് എപ്പോഴും അതെ ജോലിയൊക്കെ ഞാൻ വേഗം ആക്കി വെക്കണം തന്നെ. നമുക്ക് ഒരുപാട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഉമ്മയുടെ അനിയത്തിയും ഉമ്മയും ഇതട്ടോ പിന്നെ ചിലുവിൻ്റെ ഉമ്മയാണത്. അപ്പോൾ എല്ലാവരും വന്ന് ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം റമദാൻ മാസം ഇതാകുമ്പോൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ വന്ന് ഒരു എന്താ പറയുക ഒന്ന് ദുആ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ ഖത്തീബന്മാരൊക്കെ വരുമ്പോൾ. അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് പോകും കേട്ടോ. കുറച്ച് നേരം അവർ ഇരുന്നു കേട്ടോ. 4:30 ആയി വന്നപ്പോൾ 6 മണിയൊക്കെ ആയി പോകാനായപ്പോൾ. അപ്പോൾ പിന്നെ ഉമ്മാക്ക് ഭയങ്കര നല്ല സ്നേഹമുള്ളൊരു ഉമ്മയാണ് കേട്ടോ ചില്ലുവിൻ്റെ. അപ്പോൾ വന്നിട്ട് ഉമ്മാക്ക് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അവർ യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ സന്തോഷമുള്ള നിമിഷങ്ങൾ നമുക്കെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് ഒരുപാട് ജോലി തിരക്കുള്ള സമയമായിരുന്നു, എന്നാലും ഭയങ്കര സന്തോഷം കേട്ടോ വന്നപ്പോൾ. കാരണം നമ്മളെ സ്നേഹം കൊണ്ടല്ലേ അവരൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവരെ യാത്ര അയക്കാൻ കേട്ടോ. വരുമ്പോൾ ഇനി നാളെ പോവുള്ളൂ. പിന്നെ അവരെല്ലാവരും പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരുപാട് ഫുഡ് ഉണ്ടാക്കി, പക്ഷേ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാതെ തിരക്കാണ്. നമ്മളാരെങ്കിലും വരുമ്പോൾ അവരെ ശ്രദ്ധിക്കണം. പിന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ക്ലീൻ ആവണം, നീറ്റ് ആവണം. അപ്പോൾ പിന്നെ നമുക്കൊരു റെസിപ്പി എടുക്കാനുള്ള നേരം ഉണ്ടാവില്ല. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ റെസിപ്പിയൊക്കെ ഞാൻ ഇടുന്നുണ്ട്. ഭയങ്കര തിരക്കാണ് എനിക്ക്. അപ്പോൾ കുറേ ജോലികളും ഇപ്പോൾ നോമ്പിൻ്റെ ജോലികളും ഗസ്റ്റ് വരലും പിന്നെ നാട്ടിൽ പോയിരുന്നു, മലപ്പുറത്തൊക്കെ പോയിരുന്നു. ആ വീഡിയോസൊക്കെ ഞാൻ ഇടാനുണ്ട് ഇനി. ഇൻഷാല്ലാ അവരൊക്കെ യാത്ര പറഞ്ഞ് പോയിട്ടോ. അപ്പോൾ നമുക്ക് പോകുമ്പോഴാണ് നമുക്കൊരു ഭയങ്കര വിഷമാണെന്ന്. പിന്നെ നല്ല സന്തോഷമുള്ള ദിവസം. എല്ലാവരും അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാല്ലാ.